നമ്മളെ വണ്ടിയുടെ ക്ലച്ച് ഗിയർ ബോക്സിൽ അകത്ത് വരുന്ന ക്ലച്ച് ഉണ്ടല്ലോ, ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും ഇതുപോലെ കറക്റ്റ് സെൻറ്റർ ഒരേ പൊസിഷനിൽ നമ്മൾ ജസ്റ്റ് ഇത് ക്ലച്ച് കറക്റ്റ് ഈ സെൻറ്ററിലാക്കിയിട്ടാണ് വെക്കുക. അപ്പോൾ ആ സെൻറ്ററിലാക്കി വെക്കുന്നതിൻ്റെ സ്പെഷ്യൽ ടൂളാണ് വേണ്ട. മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ചില ആൾക്കാരൊക്കെ ക്ലച്ച് സെൻറ്ററിൽ നിന്ന് വിരലുകൊണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പറയുമ്പം പറയാമെന്നല്ലാണ്ട് ഇതിപ്പോൾ അമേസിൻ്റെ ക്ലച്ചാണ്. അമേസിൻ്റെ ക്ലച്ചിന് ഇതിലുള്ള ഈ ഒരു അഡാപ്റ്റർ ഉണ്ടല്ലോ, 3 ടൈപ്പ് അഡാപ്റ്റർ വരുന്നുണ്ട്. ഇത് ഏറ്റവും വലുത്, ഇതിൽ 2 ചെറിയ ഇതും കൂടി വരുന്നുണ്ട്. ഇതൊരു മീഡിയം സൈസ്, ഇതിൽ ഏറ്റവും ചെറിയത്. ഏറ്റവും ചെറിയ വണ്ടികൾ യൂസ് ചെയ്യാൻ വേണ്ടി ആൾട്ടോ 800 പഴയ മോഡൽ 800-നൊക്കെ ഇത് വെച്ചിട്ട് ഇതുപോലെ ഫ്രണ്ടിൽ ഇങ്ങനെ കയറ്റിയിട്ടിട്ട് ക്ലച്ച് അലഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 അഡാപ്റ്ററാണ് ഈ ഇതിൽ വരുന്നത് കണ്ടാ. ഇത് നമ്മൾ ഈ ബാക്കത്തെ ഈ ടോപ്പ് ഇതിങ്ങനെ തിരിക്കുമ്പോൾ ഇതിങ്ങനെ എക്സ്പാൻഡായി വരും, പുറത്തേക്ക് തള്ളി വരും. അതാണ് ഇതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടി ഈ ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും കൂടി സെൻറ്ററാക്കി പിടിച്ചതിന് ശേഷം എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യാണ്ട. ഇതിൻ്റെ ബാക്കിൽ ഈ കോണ് വശം ഈ പ്രഷർ പ്ലേറ്റിലേക്ക് ഇങ്ങനെ അടുപ്പിച്ച് വെക്കുക. അതിന് ശേഷം ഏറ്റവും പുറകിലത്തെ ഈ ഒരു നോബ് തിരിക്കുക. ഏറ്റവും പുറകിലത്തെ ഈ നോബ് തിരിക്കുമ്പോൾ നമ്മൾ ആദ്യം കറക്റ്റ് സെൻറ്ററായിട്ട് പിടിക്കണം കേട്ടോ. കറക്റ്റ് സെൻറ്റർ എല്ലാ എഡ്ജും കറക്റ്റ് സെൻറ്ററായിട്ട് പിടിക്കുക. അതിന് ശേഷം ആ പുറകിലത്തെ ഇത് ടൈറ്റ് ചെയ്താൽ മതി. ഏറ്റവും പുറകിലത്തെ ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സെൻറ്ററായിരിക്കും. പിന്നെ ഒന്നും അനക്കണ്ട, പ്രഷർ പ്ലേറ്റ് നേരെ ഡയറക്റ്റ് പിടിക്കുക. പ്രഷർ പ്ലേറ്റ് പിടിക്കുക, നേരെ വണ്ടി കയറ്റി കൊടുക്കുക. അതിന് ശേഷം ചുറ്റുള്ള ബോൾട്ടെല്ലാം എല്ലാ ബോൾട്ടും ടൈറ്റ് ചെയ്യുക. ഏകദേശം കുറച്ച് അടുപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ഏറ്റവും പുറകിലത്തെ ഇത് ലൂസാക്കിയിട്ട് ജസ്റ്റ് തള്ളിയിട്ട് വലിച്ചെടുക്കാം. വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നോക്കി കറക്റ്റ് സെൻറ്ററായിരിക്കും. സെൻറ്ററത്തെ ആ ബെയറിങ്ങിൻ്റെ ഭാഗം കണ്ടോ. ഓക്കെ, അതാണ് ഈ ടൂൾസിൻ്റെ ഒരു ഉപയോഗം.